നമ്മുടെ ചെറിയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയൊരു മെട്രിക്സാണ് GCP മെട്രിക്സ് എന്ന് പറയുന്നത്. GCP മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഗ്രോത്താണ്. നമ്മളിപ്പോൾ വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 10 വർഷം എന്താണ് സംഭവിക്കുക, അത് വളർന്നുകൊണ്ടിരിക്കുകയാണോ, അല്ല അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, അല്ല അതിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ അവസ്ഥ എന്താണെന്നുള്ളത്. എന്ന് പറയുന്നത് ക്യാഷാണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലത്തെ ബിസിനസ്സിൽ നമുക്ക് എത്രത്തോളം ക്യാഷ് വരുന്നുണ്ട് കയ്യിലേക്ക്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഇൻവോയ്സ് അടിക്കുന്നുണ്ട്, നമ്മൾ 1 മില്യൻ്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ 2 മില്യൻ്റെ ഇൻവോയ്സ് ഒക്കെ നമ്മൾ അടിക്കുന്നുണ്ടാവും. നമ്മുടെ ബിസിനസ്സിലേക്ക് എത്രത്തോളം ക്യാഷ് വരുന്നുണ്ടെന്ന് നോക്കാം. 3 പ്രോഫിറ്റാണ്. നമ്മളിപ്പോൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷനിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ എത്ര പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ക്യാഷും വരുന്നുണ്ട് പ്രോഫിറ്റബിലിറ്റിയും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ബേജാറേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഗ്രോത്തിലേക്ക് അത് ഗ്രോത്തിലേക്കല്ലല്ലോ പോകുന്നത്. മാക്സിമം സെയിൽ എടുക്കുക, മാക്സിമം അതിൽ പ്രോഫിറ്റ് എടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ആപ്പിളിൻ്റെ ഐപോഡൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊരു സമയത്ത് അവർ കൊണ്ടുവന്നു. പിന്നീട് അവർ അതിനെ വലുതായിട്ട് മാർക്കറ്റൊന്നും ചെയ്തില്ല. അവർ എന്ത് ചെയ്തു, അത് അവർക്ക് മനസ്സിലായി ഇത് എന്ത് ചെയ്യാണ്, തീരാൻ പോകുന്ന പ്രോഡക്റ്റ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവർ എന്ത് ചെയ്തു, മാർക്കറ്റ് ചെയ്യാതെ അതിന് മാക്സിമം അതിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു, അടുത്ത പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അടുത്ത സർവീസിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെ അതുപോലെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സെയിൽ എടുക്കുക, അതിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, അടുത്ത സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ കൊണ്ടുപോകാം. ഇനി നിങ്ങളുടെ ബിസിനസ്സിൽ ക്യാഷ് വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതലൊന്ന് പഠിക്കുക, അതിൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. കാരണം ഇത് രണ്ടും വന്നില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ടേക്ക് സർവൈവ് ചെയ്ത് പോകാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് വലിയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടാവും. അത് സീഡ് ഫണ്ടിങ്ങും A സീരീസ് B സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫണ്ടിങ് മെത്തേഡുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ ചെറിയ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത് എനിക്കെന്താ പറ്റാത്ത, അങ്ങനെ പല ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമുക്കൊരു ക്ലാരിറ്റി വേണം. അല്ലെങ്കിൽ വെറും അസംഷൻ എൻ്റെ സെയിൽസ് ടീം പോരാ, എൻ്റെ മാർക്കറ്റിംഗ് ടീം പോരാ, ഞാൻ പോരാ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വെറുതെ നമ്മൾ എന്തോ നമ്മുടെ കമ്പനി കൂടിപ്പോകും. അപ്പോൾ ഈ സാധനം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ടീമിനൊക്കെ ആയിട്ട് ഇരുന്ന് നമുക്ക് നല്ല ഇൻസൈറ്റുകൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാക്സിമം നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കിട്ടാനും പറ്റും. അപ്പോൾ ആരെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. താങ്ക് യു.